വെൽക്കം ബാക്ക് ടു PSC ഇടം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റെഫർ ചെയ്ത രോഗങ്ങളും രോഗകാരികളും, അതുകൂടെ ഇന്ന് നമ്മൾ പോർഷൻസ് തന്നിരിക്കുന്ന ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളെയും കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കാം. ഫസ്റ്റ് വൺ തയാമിൻ, സെക്കൻഡ് വൺ റൈബോഫ്ലാവിൻ, തേർഡ് വൺ റെറ്റിനോൾ, ഫോർത്ത് വൺ നിയാസിൻ. ഇതിൽ ഏതൊക്കെയാണ് ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ എന്ന് പറയുക? ഏതാണ് ആൻസർ വരുന്നത്? സി ആണല്ലേ. അതായത് 1, 2, 4 എന്ന് പറയുന്നത് എന്താണ്? ജലത്തിൽ അലിയുന്നതാണ്. തൈമിൻ, റൈബോഫ്ലാവിൻ ആൻഡ് നിയാസിൻ എന്ന് പറയുന്നത് എന്താണ്? ജലത്തിൽ അലിയുന്നവയാണ്. സോ ആൻസർ വരുന്നത് സി ആണ്. ദെൻ അടുത്തത്, കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല. എ എറണാകുളം, ബി കൊല്ലം, സി പത്തനംതിട്ട, ഡി കോട്ടയം. ഏതാണ് ആൻസർ വരുന്നത്? കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? പത്തനംതിട്ടയിലാണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ദെൻ അടുത്തത്, ജീവകവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തന്നിരിക്കുന്നവയിൽ 1, 2 ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ലിസ്റ്റിൽ പറയുന്നത് പ്രകാരം ജീവകങ്ങളുമായി ബന്ധപ്പെട്ട 1, 2 ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലിസ്റ്റിൽ റെറ്റിനോൾ ഉണ്ട്, നിയാസിൻ ഉണ്ട്, ടോക്കോഫെറോൾ ഉണ്ട്, ഫില്ലോക്വിനോൺ ഉണ്ട്. ലിസ്റ്റ് 2ൽ ആന്റി പെല്ലഗ്ര വിറ്റാമിൻ ഉണ്ട്, ആന്റി ഹെമറജിക് വിറ്റാമിൻ ഉണ്ട്, ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ ഉണ്ട്, ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഉണ്ട്. ഇതിലേതാണ് ശരിയായ ജോഡികൾ എന്ന് വേണം നമ്മൾ കണ്ടെത്താനായിട്ട്. ഒന്ന് നോക്കിക്കേ. ആൻസർ വരുന്നത് ബി ആണ്. ആൻസർ വരുന്നത് അതായത് 1 സി, റെറ്റിനോളിൻ്റെത് എന്ന് പറയുന്ന ജോഡി എന്ന് പറയുന്നത് ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ ആണ്. റെറ്റിനോൾ എന്ന് പറയുന്നത് ആൽമിക്, സിറോഫ്, താൽമിക് വിറ്റാമിനുകൾ എന്നാണ്. രണ്ടാമത്തേത് എ ആണ്. നിയാസിൻ എന്ന് പറയുന്ന ആന്റി പെല്ലഗ്ര വിറ്റാമിൻ, ആന്റി പെല്ലഗ്ര വിറ്റാമിൻ. 3 ഡി ആണ്. ടോക്കോഫെറോൾ എന്ന് പറയുന്ന ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ആണ്. 4 ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത് 4 സി, ആന്റി സിറോഫ് താൽമിക് വിറ്റാമിൻ ആണ്, ആന്റി സിറോഫ് താൽമിക് വിറ്റാമിൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം കെ, ഓപ്ഷൻ ബി ജീവകം ഡി, ഓപ്ഷൻ സി ജീവകം ബി, ഓപ്ഷൻ ഡി ജീവകം ഇ. ഏതാണ് രക്തം കട്ടുപിടിക്കാനുള്ളതിനുള്ള ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ എന്ന് പറയുന്നത്? ജീവകം കെ ആണ് അല്ലെ. ആൻസർ വരുന്നത് 4A ആണ്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ, ഫോളിക് ആസിഡ്, തയാമിൻ, ഡി റൈബോഫ്ലാവിൻ. എ ബയോട്ടിൻ, ബി ഫോളിക് ആസിഡ്, സി തയാമിൻ, ഡി റൈബോഫ്ലാവിൻ. ഏതാണ് ആൻസർ വരുന്നത്? എ ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ ആണ്. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ജീവകം എ റെറ്റിനോൾ, ജീവകം സി റൈബോഫ്ലാവിൻ, ജീവകം B1 തയാമിൻ, ജീവക ഇ ടോക്കോഫെറോൾ. ഇതിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏത് വരും? ജീവകം സി ആണ്. റൈബോഫ്ലാവിൻ ആണ് ശരിയല്ലാത്ത ജോഡി. ബാക്കി 3ഉം കറക്റ്റ് ആണ്. ജീവകം എ റെറ്റിനോൾ കറക്റ്റ് ആണ്, ജീവകം B1 തയാമിൻ കറക്റ്റ് ആണ്, ജീവക ഇ ടോക്കോഫെറോൾ കറക്റ്റ് ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തവയിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? എ ഫോളിക് ആസിഡ്, ബി തയാമിൻ, സി നിയാസിൻ, ഡി അസ്കോർബിക് ആസിഡ്. എ ഫോളിക് ആസിഡ്, ബി തയാമിൻ, സി നിയാസിൻ, ഡി അസ്കോർബിക് ആസിഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഡി അസ്കോർബിക് ആസിഡ് ആണ്. ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് അസ്കോർബിക് ആസിഡ് ആണ്. ബാക്കി ഫോളിക് ആസിഡും തയാമിനും നിയാസിനും എന്ന് പറയുന്ന ജീവകം ബിയിൽ ഉൾപ്പെടുന്നതാണ്. 8, വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. രാസനാമം തയാമിൻ ആണ്. വൈറ്റമിൻ എയുടെ അഭാവം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. ഇതില് താഴെ പറയുന്നവയിൽ വൈറ്റമിൻ എയെ കുറിച്ച് ഉള്ള പ്രസ്താവനകൾ വഹിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാസനാമം എന്ന് പറയുന്ന തൈമിൻ ആണ്. എയുടെ അഭാവം മൂലം നിശാന്തത എന്ന രോഗം വരുന്നു. പ്രതിരോധ കുത്തിവയ്പ്പിന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 2ഉം 3ഉം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ജീവകം B1 ആണ് എന്തെന്ന് പറയുന്നത്? തയാമിൻ എന്ന് പറയുന്നത്. സോ
എ അല്ല തയാമിൻ എന്ന് പറയുന്നത്, ജീവകം B1 ആണ് തയാമിൻ എന്ന് പറയുന്നത്. സോ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം? എ ലിഥിയം, ബി കാൽസ്യം, സി മഗ്നീഷ്യം, ഡി സൾഫർ. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം ലിഥിയം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. ഏതാണ് ആൻസർ വരുന്നത്? സി ആണ് അല്ലേ? സി ആണ് ആൻസർ വരുന്നത്. മഗ്നീഷ്യം ആണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് വയ്ക്കുന്നത്. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? റിക്കറ്റ്സിയ, ബി വൈറസ്, സി ഫംഗസ്, ഡി പ്രോട്ടോസോവ. റിക്കറ്റ്സിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? റിക്കറ്റ്സിയ വിഭാഗത്തിലാണ്. സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? കോർണിയ വരൾച്ച തടയുന്നതിന്, തിമിരബാധ തടയുന്നതിന്, ഗ്ലോക്കോമ തടയുന്നതിന്, നിശാന്തത തടയുന്നതിന്. ഏതിനൊക്കെയാണ് ഇത് ഉൾപ്പെടുത്തിയത്? 1ഉം 4ഉം, ബി 2ഉം 4ഉം, സി 3ഉം 4ഉം, ഡി ഇവയൊന്നുമല്ല. ഏതിനൊക്കെയാണ്? നമുക്കറിയാം നിശാന്തത തടയുന്നതിന് നമുക്ക് ഉറപ്പാണ്. സോ 4 ഓപ്ഷൻസ് വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ അതിൽ ഏതായിരിക്കും വരുന്നത്? എ ആണ് ആൻസർ വരുന്നത്. 1ഉം 4ഉം ആണ് എന്തെന്ന് പറയുന്നത്? ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ്? എ മധ്യപ്രദേശ്, ബി ഹരിയാന, സി കേരളം, ഡി പഞ്ചാബ്. എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത്? ഏത് സംസ്ഥാനത്താണ്? സി കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത്. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ കാരണമാവുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നിവ കാരണമാവുന്നത്? ജീവകം ബി, ജീവകം എ, ജീവകം ഡി, ജീവകം സി. ഏതിന്റെ അഭാവം മൂലമാണ്? 13 ജീവകം ഡി ആണ് അല്ലെ? 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ജീവകം സിയുടെ അഭാവത്തിലാണ് ഇത് കാണുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏത്? എ ക്ഷയം, ബി ഡിഫ്തീരിയ, സി കുഷ്ഠം, ഡി ചിക്കൻ ബോക്സ്. ഏതാണ് വരുന്നത്? സി ആണ് അല്ലെ? കുഷ്ഠമാണ് അന്തരീക്ഷത്തിൽ വായുവിലൂടെ പകരാത്ത രോഗം എന്ന് പറയുന്നത് കുഷ്ഠമാണ്. ദെൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന പോഷകം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന പോഷകഘടകം ഏത്? എ ധാന്യകം, ബി പ്രോട്ടീൻ, സി കൊഴുപ്പ്, ഡി ധാതു ലവണങ്ങൾ. ഏതാണ് ആൻസർ വരുന്നത്? എ ധാന്യകം, ബി പ്രോട്ടീൻ, സി കൊഴുപ്പ്, ഡി ധാതു ലവണങ്ങൾ. നമുക്കറിയാവുന്നതാണ് എന്താണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാനെന്ന് എപ്പോഴും പറയില്ലേ. സോ ബി പ്രോട്ടീൻ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നത് പ്രോട്ടീന്റെ ധർമ്മമാണ്. പ്രോട്ടീന്റെ അഭാവം മരാസ്മസിന് കാരണമാകുന്നു. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ഇതിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ആൻസർ 1ഉം 2ഉം 4ഉം ആണ് ആൻസർ വരുന്നത്. അതായത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നുണ്ട്. പ്രോട്ടീന്റെ അഭാവം മരാസ്മസ് എന്ന രോഗത്തിന് കാരണമാവുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാവുന്നു. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ആഹാര പദാർത്ഥങ്ങൾ പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വൈറ്റമിൻ സി ആണ് നഷ്ടപ്പെടുന്നത്. ചേരുംപടി ചേർക്കുക. ചതുപ്പ് രോഗം, സ്മൃതിനാശ രോഗം, ഗ്രിഡ് രോഗം, റിവൈറൽ രോഗം. എ അൽഷിമേഴ്സ്, ബി കോളറ, സി എയ്ഡ്സ്, ഡി ആലമൈ. ഇതിൽ ചേരുംപടി ചേർത്ത് നോക്കിയേ. ആൻസർ വരുന്നത് എ ആണ്. അതായത് ചതുപ്പ് രോഗം എന്ന് പറയുന്നത് ഡി മലമ്പനിയുടെയാണ്. സ്മൃതിനാശ രോഗം എന്ന് പറയുന്നത് അൽഷിമേഴ്സ് ആണ്. നമുക്കറിയാം മെമ്മറീസ് എന്ന് പോകുന്നതാണ്. 3 ഗ്രിഡ് രോഗം എന്ന് പറയുന്നത് എന്താണ്? എയ്ഡ്സ് ആണ്. റിവറൈൻ രോഗം എന്ന് പറയുന്നത് കോളറയാണ്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ, കോഷിയോക്കർ എന്ന രോഗത്തിന് കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? കോഷിയോക്കർ എന്ന രോഗത്തിന് കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? എ പ്രോട്ടീനിന്റെ കുറവ്, ബി വൈറ്റമിൻ എയുടെ കുറവ്, സി കാൽസ്യത്തിന്റെ കുറവ്, ഡി പ്രോട്ടീനിന്റെ കുറവ്. ഏതാണ്? 19 എ പ്രോട്ടീനിന്റെ കുറവാണ് കോഷിയോർക്കർ എന്ന് പറയുന്നത് അല്ലെ? വളർച്ച മുരടിച്ചു പോകുന്നതാണ്. സോ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ കുറവ് മൂലം വളർച്ച മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കോഷിയോർക്കർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥകളെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവ്യവസ്ഥകളുടെയും ആന്റിജനുകൾക്ക് എന്നിവ വിളിക്കുന്നു. സഹായക ടി കോശങ്ങൾ CD8+ കോശങ്ങൾ എന്നറിയപ്പെടുന്നു.
ടി ലിംഫോസൈറ്റുകൾ ആന്റിജനുമായി ചേരുമ്പോൾ 4 തരത്തിൽ രൂപം മാറുന്നു. ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? സി ആണ്. 1, 2, 4 എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താഴെ പറയുന്നതിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷകഘടകം ഏത്? താഴെ പറയുന്നതിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷകഘടകം എ പ്രോട്ടീൻ, ബി കൊഴുപ്പ്, സി ധാതുക്കൾ, ഡി ധാന്യകം. ഏതാണ് വരുന്നത്? സി ധാതുക്കളാണ് ദഹനത്തിന് വിധേയമാകാത്ത പോഷകഘടകം. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതൊക്കെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം, മേൽ പറഞ്ഞതെല്ലാം. ഏതാണ് വരുന്നത്? ഡി ആണ് അല്ലെ. എല്ലാം അതിന്റെ അപര്യാപ്തത കൊണ്ട്, കാൽസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ട് വരുന്നതാണ്. ദെൻ താഴെ പറയുന്നതിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. 1 ഗോയിറ്റർ, 2 ക്രെറ്റിനിസം, 3 ഹൈപ്പോതൈറോയിഡിസം. ഇതിൽ ഏതൊക്കെയാണ് അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്? ഡി 3 വരുന്നുണ്ട് അല്ലെ. ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം 3 എന്താണ്? ഇതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഇനങ്ങളിൽ കൊതുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? താഴെ പറയുന്ന ഇനങ്ങളിൽ കൊതുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതാ? 1 കുഷ്ഠം, 2 മലമ്പനി, 3 കോളറ, 4 മന്ത്. 1 കുഷ്ഠം, 2 മലമ്പനി, 3 കോളറ, 4 മന്ത്. 1 3 ഉണ്ട്, 2 3 ഉണ്ട്, 1 4 ഉണ്ട്, 2 4 ഉണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? 24 എ ആണ്. 1 3 ആണ് എന്ന് പറയുന്നത് കുഷ്ഠവും കോളറയാണ് കൊതുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ക്ഷയത്തിന് കാരണമായ ബാക്ടീരിയ മൈക്രോബാക്ടീരിയ ട്യൂബർകുലോസിസ് ആണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച് ആണ്. ക്ഷയരോഗത്തിന് പേര് നൽകിയത് ജെ.എൽ. ഷോൺലീൻ ആണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഡി ആണ്. എല്ലാം ശരിയായിട്ടുള്ള ആൻസേഴ്സ് ആണ്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ സാംക്രമിക രോഗം ഏതാണ്? സാംക്രമിക രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ സാംക്രമിക രോഗം ഏതാണ്? എ ക്യാൻസർ, ബി ക്ഷയരോഗം, സി ഹൃദയാഘാതം, ഡി പൊണ്ണത്തടി. ഏതാണ്? ബി ക്ഷയരോഗമാണ് സാംക്രമിക രോഗങ്ങളിലായിട്ട് വരുന്നത്. 27. ചുവടെ പറയുന്നതിൽ ശരിയായവ ഏതെല്ലാം? ചുവടെ പറയുന്നതിൽ ശരിയായവ ഏതെല്ലാം? ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ്. 3 പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇതില് ഏതാണ് ചുവടെ പറയുന്നവയിൽ ശരിയായവ? ഏതാണ്? ഡി ആണ് അല്ലെ. എല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി. നമ്മൾ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് പോർഷൻസും 2 പാർട്ടായിട്ട് വീഡിയോ നമ്മുടെ ചാനൽ